ഇന്ന് ഞങ്ങളുടെ പള്ളിയിൽ VBSന്റെ ലവ് ഫീസ്റ്റ് ആയിരുന്നു, സ്നേഹവിരുന്നായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് സേമിയായിരുന്നു, സേമിയ പായസം. ജോയി ചാച്ചനാണ് രാവിലെ വന്ന് ഉണ്ടാക്കിയത്. അപ്പം ഷൂട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സേമിയ പായസം ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്ന് പറയുമ്പം നമ്മളൊരു 70 അങ്ങനെയാണ് ഒരു കണക്ക് വെച്ചത്. പക്ഷേ അവിടെ അത്ര ആൾക്കാരില്ലായിരുന്നു. പക്ഷെ സംഭവം തീർന്നു. അപ്പം എല്ലാവരും കുടിച്ചു, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിള്ളേരൊക്കെ വന്ന് 2-3 ഗ്ലാസ് അങ്ങ് വന്ന് കുടിക്കുക. നല്ലപോലെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻറ്റിമാരോടൊക്കെ ഞാൻ പറഞ്ഞു, റെസിപ്പി ആണോ, റെസിപ്പി തരാം, പക്ഷേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊമോഷൻ കൂടിയായി. പക്ഷെ ജോയി ചാച്ച അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഒത്തിരിയായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലപോലെ എല്ലാവരും കഴിച്ചു. കൂട്ടുകാരെ നമസ്കാരം. എൻ്റെ അനുജത്തിയുടെ വോയിസ് ആണ് ഇപ്പോൾ കേട്ടത്. അവരുടെ പള്ളിയിലെ ഒരു പ്രോഗ്രാമിന് ഞാൻ അവിടെ ചെന്ന് കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ കുടുംബ ഗ്രൂപ്പിൽ അവൾ പങ്കുവച്ച ആ പായസത്തിൻ്റെ റിവ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അവൾ പറഞ്ഞതുപോലെ അടിപൊളി പായസമായിരുന്നു. അത് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഏകദേശം 10 ലിറ്റർ പായസമാണ് അവിടെ തയ്യാറാക്കിയത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെർമിസെലി അല്ലെങ്കിൽ സേമിയ 1 കിലോ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഉണക്കമുന്തിരി 1/4 കിലോ, കാഷ്യൂനട്ട് 1/4 കിലോ. കാഷ്യൂനട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിരിക്കുകയാണ്. നെയ്യ് 200 ml, മിൽക്ക് മെയ്ഡ് 200 ml, 3 ലിറ്റർ പാല്, അതുപോലെ 1.5 കിലോ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സേമിയ പായസത്തിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും. അപ്പോൾ ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പായസം തയ്യാറാക്കുവാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാവുമ്പോൾ അതിലേക്ക് പകുതി ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 200 ml ഗീ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 100 ml ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ആ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഓൾറെഡി റോസ്റ്റഡ് സേമിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളതെങ്കിലും ഈ നെയ്യിൽ ഒരല്പം റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ സേമിയയ്ക്ക് അത് കൂടുതൽ ടേസ്റ്റ് നൽകുന്നതായിരിക്കും. ഒരു മീഡിയം തീയിലാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. കൂടുതൽ തീ ഇട്ട് കഴിഞ്ഞാൽ ഇത് വേഗം അടിയിൽ പിടിക്കുകയും ഇതിൻ്റെ കളർ കൂടുതൽ ഡാർക്ക് ആവുകയും ചെയ്യും. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയം 5 ലിറ്റർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് തിള വരുന്നുണ്ട്. ഇടയ്ക്ക് അടിയിലൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു പോകും. അതുപോലെ ഇതൊരു 1/4 ഭാഗം വേകുന്ന വരെ നമുക്ക് ബോയിൽ ചെയ്യാം. ഇപ്പോൾ സേമിയ ഏകദേശം ഒരു 1/4 വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 കിലോ പഞ്ചസാരയാണ് ഇവിടെ ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ നിന്ന് തിളയ്ക്കുന്നത് നന്നായിരിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാരയുടെ മധുരം ആ സേമിയയുടെ ഉള്ളിലേക്ക് പിടിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 3 ലിറ്റർ പാല് ചേർക്കുന്നു. വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പള്ളിയിലേക്ക് കൊടുക്കുവാൻ ഏകദേശം 7 ലിറ്റർ പായസം മതിയാവും എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാലും ഏകദേശം ഒരു 10 ലിറ്റർ പായസം ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിവിടെ 1 കിലോ സേമിയ, 3 ലിറ്റർ പാല്, 5 ലിറ്റർ വെള്ളം, 1.5 കിലോ പഞ്ചസാര, ഇത്രയുമാണ് ഇതുവരെയും ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരല്പം മിൽക്ക് മെയ്ഡ് ചേർക്കുകയാണ്. 200 ml മിൽക്ക് മെയ്ഡ് ആണുള്ളത്. മിൽക്ക് മെയ്ഡ് ചേർക്കുന്നത് പായസത്തിന് നല്ല ടേസ്റ്റ് ലഭിക്കുന്നതിന് നമ്മളെ സഹായിക്കും. അതുപോലെ അതിനനുസരിച്ച് കുറച്ച് പാല് നമ്മൾ ഉപയോഗിച്ചാലും മതിയാവും. മിൽക്ക് മെയ്ഡിന് നല്ല മധുരമുണ്ട്. അതിന് കണക്കാക്കിയാണ് നമ്മൾ പഞ്ചസാരയും ചേർത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒരുപോലെ ഒന്ന് യോജിച്ച് വരുവാൻ വേണ്ടി നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇപ്പോൾ പായസം ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇത് നല്ല ലൂസായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തന്നെ ഉണ്ടാവണം, കാരണം ഇത് കുറച്ചു നേരം കൂടി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇപ്പോൾ സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കാപ്പൊടിയാണ്. ഒരു 10 ഏലക്ക മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തതാണ്. പഞ്ചസാര ചേർത്ത് പൊടിക്കുമ്പോൾ നല്ല പൗഡറായിട്ട് അത് കിട്ടുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്.
അതുപോലെ തന്നെ ഈ പായസത്തിലേക്ക് വേഗം മിക്സായി കിട്ടുകയും ചെയ്യും. ഏലക്കാപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ ചെറിയൊരു ഉരുളി എടുത്തിട്ടുണ്ട്. ഉരുളി ചൂടാകുമ്പോൾ ബാക്കിയുള്ള നെയ്യ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി അതിലേക്കിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറിയ തീയിലാണ് ഇത് റോസ്റ്റ് ചെയ്യുന്നത്. മുന്തിരി നന്നായി പൊങ്ങി ചെറുതായിട്ട് കളർ മാറുന്ന സമയത്ത് കാഷ്യൂനട്ട് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുമിച്ച് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ആ കാഷ്യൂനട്ട് ചെറുതായി കളർ മാറി വരുന്നുണ്ട്. ഈ സമയം ഇതെല്ലാം കൂടി നമുക്ക് പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുത്ത നെയ്യെല്ലാം കൂടി ഒരുമിച്ചാണ് അതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ സേമിയ പായസം റെഡിയായി കഴിഞ്ഞു. ഈ പായസത്തിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. അത് ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് ചെയ്തത്. തണുക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ തണുക്കുകയല്ല, അതിൻ്റെ ആ വലിയ ചൂട് ഒന്ന് കുറഞ്ഞതിന് ശേഷം ഏകദേശം 1 ടീസ്പൂൺ വാനില എസൻസ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. അത് ഈ പായസത്തിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നതാണ്. അത് നമ്മൾ കൂടിപ്പോകാൻ പാടില്ല. എസൻസ് കൂടിപ്പോയാൽ അതിൻ്റെ കുത്തൽ വളരെ കൂടുതലാവും, അത് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അതിൻ്റെ പരുവത്തിന് മാത്രമേ അത് ചേർക്കുവാൻ പാടുള്ളൂ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഏകദേശം 1-2 തുള്ളി മാത്രമേ പായസത്തിൽ ചേർക്കുവാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഷെഫ് ജോജി യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും പഴയ ഒരുപാട് വീഡിയോകൾ കിടപ്പുണ്ട്. അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.